തൃശൂരിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ച 1 കോടി തിരിച്ചടയ്ക്കാൻ CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ബാങ്കിലെത്തി അധികൃതരുമായി ചർച്ച നടത്തുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് പണം പിൻവലിച്ചത് ചട്ടവിരുദ്ധമായതിനാൽ പണം ചെലവാക്കരുതെന്ന് ഇൻകം ടാക്സ് വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. ഈ പണമാണ് പാർട്ടി തിരികെ അടയ്ക്കുന്നത്. പണം സ്വീകരിക്കുക ആദായനികുതി വകുപ്പിന്റെ തീരുമാനം അറിഞ്ഞ ശേഷം മാത്രമെന്ന് ബാങ്ക് അധികൃതർ. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുകയാണ്. അശ്വിൻ, ചർച്ച ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. ക്രിസ്ത്യന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ് CPMന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അവരുടെ അക്കൗണ്ടിൽ നിന്നും 1 കോടിയോളം രൂപ ലിക്വിഡ് മണിയായി പിൻവലിച്ചത്. എന്നാൽ ഇത് ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് അന്ന് പുറത്തു വന്നിരുന്ന വിവരം. അതിനെ തുടർന്ന് ഈ പണം ചിലവാക്കരുതെന്ന് ആദായ നികുതി വകുപ്പ് ജില്ലാ കമ്മിറ്റിക്ക് CPMന് പാർട്ടിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതേ തുടർന്ന് ഇവർ ഈ പണം ഉപയോഗിക്കുകയും ചെയ്തിരുന്നില്ല. എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പെരുമാറ്റച്ചട്ടത്തിന് ശേഷമാണ് ആ പണം തിരികെ ബാങ്കിൽ അടയ്ക്കാൻ CPM ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി MM വർഗീസ് അടക്കമുള്ള നേതാക്കൾ ബാങ്കിലേക്ക് എത്തിയത്. ഏതായാലും അത് എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു നിയമ പരിശോധന വേണ്ടിയിരുന്നു. അതിനെ തുടർന്നാണ് ഇൻകം ടാക്സിനെ തൃശ്ശൂരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അധികൃതർ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടത്. എന്തായാലും ബാങ്ക് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. CPM നേതാക്കൾ പണവുമായി വന്നതിന് പിന്നാലെ ബാങ്കിൻ്റെ തൃശ്ശൂരിലെ ബ്രാഞ്ച് അടച്ചു. ഇതിനുള്ളിൽ നേതാക്കളും ഒപ്പം ഇൻകം ടാക്സിൻ്റെ ആളുകളുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുകയാണ്. ഈ ചട്ടവിരുദ്ധമായി പിൻവലിച്ച പണം തിരിച്ചടയ്ക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതിൽ മറ്റു പ്രശ്നങ്ങളില്ല എങ്കിൽ ഈ പണം തിരിച്ചടയ്ക്കുക എന്നുള്ളതാണ് CPM ജില്ലാ കമ്മിറ്റിക്ക് മുന്നിലുള്ള തീരുമാനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമോപദേശം CPM സംസ്ഥാന കമ്മിറ്റിയുമൊക്കെ ബന്ധപ്പെട്ട് തേടിയിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം തിരിച്ചടയ്ക്കുന്നതിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്നുള്ളൊരു ഉപദേശം കിട്ടിയതിൻ്റെ ഭാഗമായാണ് ഈ പണം 1 കോടിയോളം രൂപ ബാങ്കിൽ തിരിച്ചടയ്ക്കാൻ നേതാക്കൾ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ബാങ്കിനുള്ളിൽ നേതാക്കളുമായുള്ള ബാങ്ക് അധികൃതരുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. അതിനുശേഷം മാത്രമാകും ഈ പണം ബാങ്ക് തിരിച്ചെടുക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരികയുള്ളൂ. ക്രിസ്റ്റീന, തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അശ്വിൻ പാലാഴിയാണ്.